പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 15-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വേഗത്തിൽ വിടുതലുകളെ സ്വീകരിക്കുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ വേഗത്തിൽ വിടുതലുകളെ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ള ചിന്തയിലാണ് നാം നിൽക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തിൽ നിന്നൊരു വിടുതൽ സ്വീകരിക്കുന്നതിന് മുമ്പേ നമ്മിൽ വെളിപ്പെടുന്ന ഒന്നാണ് ദൈവിക സമാധാനം. ദൈവം അത് ചെയ്യുമെന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൽ നിന്ന് നീ ഒരു അത്ഭുതത്തെ സ്വീകരിക്കുന്നതിന് മുമ്പായി ഇതാ ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. അത്ഭുതം നിങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പായി ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന ധൈര്യം, ദൈവം തരുന്ന ഉറപ്പ്, നിങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ ഒന്നുകൂടെ ഒരു ആഴം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, സമാധാനം ഒരാൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയിൽ വേഗത്തിൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടും. ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം, ഈ ലോകത്തിലെ വിചാരങ്ങൾ, ഈ ലോകത്തിലെ പ്രശ്നം, ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾ, ഈ ലോകത്തിൽ വെളിപ്പെടുന്ന അസ്വസ്ഥതകൾ, ഈ ലോകത്തിൽ വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഇത് മുഴുവൻ പിശാചിന്റെ പ്രോഡക്റ്റുകളാണ്. ഹല്ലേലൂയ. നിന്നെ നിരാശയിലേക്കും ഡൗട്ടിലേക്കും ഹല്ലേലൂയ പ്രശ്നത്തിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത് ശത്രുവാണെങ്കിൽ ദൈവം ഇതിനെല്ലാം നേരിടുന്നത് ദൈവം തരുന്ന സമാധാനത്തിലാണ്, ദൈവം തരുന്ന ഉറപ്പിലാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ മേലിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിൽ പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. എന്നാലും യേശു തൻ്റെ വാക്കുകളിൽ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാനതിനെ ജയിച്ചിരിക്കുന്നു. നീ അനുഭവിക്കുന്ന വിഷയത്തെ എൻ്റെ യേശു ജയിച്ചെന്ന ഉറപ്പും അറിവും നിന്റെ വെളിയിൽ വ്യാപരിക്കുമ്പോൾ തന്നെ നിന്നിൽ സമാധാനം വെളിപ്പെട്ടു വരും. നീ വലിയ അത്ഭുതത്തെ സ്വീകരിക്കും. ഹല്ലേലൂയ. പലവരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ ബ്രദർ, എങ്ങനെയാണ് ഈ ദൈവിക സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നത്? ദൈവവചനത്തിലൂടെ, കേൾക്കുന്ന വചനത്തിലൂടെയാണ്. നിങ്ങൾ എന്തെല്ലാം പ്രശ്നത്തിനകത്തും വിചാരത്തിനകത്തും നിരാശയിലും ഒക്കെയാണ് നിൽക്കുന്നതെങ്കിലും രോഗം വല്ലാത്ത പ്രതികൂലമാണ് ബ്രദർ എന്ന് പറയുന്ന അനുഭവത്തിനകത്തുനിന്ന് ദൈവവചനം പറഞ്ഞുകൊണ്ട്, ദൈവവചനം കേട്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയും. കാരണം 119-ാം സങ്കീർത്തനം അതിൻ്റെ 165-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്
മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവവചനത്തോട് പ്രിയം വയ്ക്കുമ്പോൾ അവർക്ക് മഹാസമാധാനം വ്യാപരിക്കാൻ തുടങ്ങും. മഹാസമാധാനം ഒരാളുടെ മേളിൽ വന്നാൽ അവനെ ഇനി ശത്രുവിന് ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ള ആഴം. അവൻ വീഴത്തില്ല, അവൻ കുലുങ്ങത്തില്ല. ദൈവവചനം എന്ന പാറയിൽ വീട് പണിയുന്നവനാണ്. കാറ്റോ തിരമാലകൾക്കോ അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനം എന്നുള്ള ആഴം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആ വചനത്തിനകത്ത് ഹല്ലേലൂയ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ നിശ്ചയമായി മതിൽ ചാടിക്കടക്കും. ദൈവവചനത്തിനകത്ത് വെളിപ്പെടുന്ന ഭയങ്കര ഉറപ്പ് വലിയ സമാധാനത്തെ, മഹാസമാധാനത്തെ കൊണ്ടുവരും. ആ വചന ശക്തിയെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതാ 12 വർഷമായി രക്തസ്രാവ സ്ത്രീ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവളാണ്. ഹല്ലേലൂയ. എല്ലാ വൈദ്യന്മാരും ആദ്യം അവൾക്ക് ഹോപ്പ് കൊടുക്കും, പിന്നത്തേതിൽ വലിയ സങ്കടവും വിഷമവും നിരാശയുമാണ്. അങ്ങനെ ഇരിക്കുന്നവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ അകത്ത് സമാധാനം വ്യാപരിക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരികയാണ്. അവൾ പറഞ്ഞു തുടങ്ങി, തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു ആ വസ്ത്രത്തിൽ തൊട്ട് രക്ഷ പ്രാപിച്ചവളോട് യേശു പറയുന്ന പദമാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. യേശു കർത്താവ് അവളെ നോക്കി പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അവളിൽ ദൈവശക്തി മുഖാന്തരം വെളിപ്പെട്ട സമാധാനം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സമാധാനത്തിൽ അവളെ 12 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന രക്തസ്രാവം കീഴ്പ്പെടുകയാണ്. കർത്താവ് അവളോട് പറയാണ്, ഈ സമാധാനം, ഈ രക്ഷ നിന്റെ മേളിലുണ്ടെങ്കിൽ ഇനി ഈ ബാധയ്ക്ക് നിന്റെ ശരീരത്തെ കീഴടക്കാൻ പറ്റത്തില്ല, നിന്നെ രോഗിയാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവിക സമാധാനം ഒരാളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവിക സമാധാനം ഒരാളെ മുമ്പോട്ട് നടത്തുമെങ്കിൽ അവനെ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിൽ നിന്ന് വെളിപ്പെടുന്നതാണ് സമാധാനം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മുഴുവൻ ശക്തികൾ നിനക്ക് വിരോധമാണെങ്കിലും ജയിച്ചവനായ യേശുവിൻ്റെ സമാധാനം നിന്റെ മേളിൽ വെളിപ്പെട്ടാൽ അതിനൊന്നിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ 12 ശിഷ്യന്മാർ തിരമാലയും കാറ്റും കണ്ട് ഭാരപ്പെട്ട് അവസാനിക്കുമെന്ന് പറയുമ്പോൾ പുത്രൻ എഴുന്നേറ്റ് ആ തിരമാലയും കാറ്റിനെയും അവസാനിപ്പിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ദൈവിക സമാധാനത്തിൽ, ദൈവപുത്രൻ്റെ അധികാരത്തിൽ, ദൈവമക്കളെന്നുള്ള അധികാരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയും. വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് സ്വീകരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തീരുമാനത്തോടെ ഒന്ന് ചെയ്യാൻ പൗലോസ് എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദാ പൗലോസ് അപ്പോസ്തലൻ എന്നെ നിങ്ങളെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്, സകലത്തെയും ജയിക്കുന്ന ഒരു രഹസ്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം. നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, നീ അതിന് മതിയായവനാണ്, നീ അത് ചെയ്യും, എൻ്റെ വിഷയങ്ങൾ നീ മതിയായവനാണ്. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് സകലതും ദൈവത്തെ അറിയിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല. നിൻ്റെ ഭാവി എന്താകും, നിൻ്റെ ഇപ്പോഴത്തെ രോഗം എന്താകും, നിൻ്റെ പ്രശ്നം എന്താകും, ഇതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടാതെ, ശത്രുവിൻ്റെ ഒരു കാര്യത്തെയും സ്വീകരിക്കാതെ നീ അതിനെയെല്ലാം പ്രാർത്ഥനയിലും സ്തോത്രത്തിലും ജയിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിന്റെ ഹൃദയത്തെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കാൻ തുടങ്ങും. ദൈവിക സമാധാനം ഒരാൾ അനുഭവിച്ചാൽ വേഗത്തിൽ അവൻ്റെ മുകളിലേക്ക് വിടുതലുകൾ വെളിപ്പെട്ട് വരും. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും, ഇന്ന് എനിക്കൊരു വിടുതലുണ്ട്, ഇന്ന് എനിക്കൊരു അത്ഭുതമുണ്ട്? സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ഇന്ന് ഈ വചനത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവിക സമാധാനത്തെ സ്വീകരിക്കുമ്പോൾ വേഗത്തിൽ ചില എതിരുകളും, വേഗത്തിൽ ചില രോഗങ്ങളും, വേഗത്തിൽ ചില പ്രശ്നങ്ങളും ഇവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. ഇവർ അത്ഭുതം കാണുകയാണ്. കർത്താവെ, അങ്ങനെ ചെയ്തതിനായി നന്ദി. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങൾ കടന്നു വരണം.
ദൈവപ്രവൃത്തിയെ നിങ്ങൾ സ്വീകരിക്കണം, അത്ഭുതങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.